അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മായിൻ്റെ വീടിനെ കുടിരിക്കലേനു. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കസിൻ്റെ കൂടെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയ കാര്യം. അസറിനായിരുന്നു കയറിയത്. നമ്മൾ കുറച്ച് കുടുംബക്കാരും പിന്നെ അയൽവാസികളൊക്കെയാണ് ഉണ്ടായത്. പരിപാടിയായിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് പിന്നെ നടത്താമെന്നായിരുന്നു അവർ വിചാരിച്ചത്. അങ്ങനെ വന്നവരൊക്കെ പിന്നെ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിന്ന് എല്ലാവരും കയറി കഴിഞ്ഞുണ്ടെങ്കിൽ വീടിൻ്റെ മാത്രമുള്ള ഒരു ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആൾക്കാരൊക്കെ കയറിയപ്പോൾ പിന്നെ ഓരോക്കെ കുടുങ്ങും. ഓരോ വീട്ടിൽ കുറേ ജനലുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നല്ല വെളിച്ചാണ്. രാവിലെയൊക്കെ ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ അമ്മായിയും കുടുംബക്കാരും എല്ലാവരും കൂടി പാല് കാച്ചലിൽ നിന്ന് അങ്ങനെ പാലൊക്കെ തിളപ്പിച്ച് അതൊക്കെ ചിന്തി പിന്നെ അതിൻ്റെ വൃത്തിയാക്കൽ പരിപാടിയൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ചായ ഒക്കെ വെക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ആൾക്കാർ ചായ പണിക്ക് നിന്ന് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ അതൊക്കെ പറഞ്ഞിരുന്നു. ഇവരെ വീട് കൂടുതലും ഒരു ബ്രൗൺ ആൻഡ് ഗ്രേ ടോൺ ആയിട്ടാണ് വരുന്നത്. പിന്നെ നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ബാൽക്കണിയിലൊക്കെ നമ്മൾ ഇരുന്നാലും അങ്ങനെ ചൂടൊന്നും നല്ല എടുക്കൂല. മേലെ 2 റൂമിനുള്ളത്. പിന്നെ നമ്മളെല്ലാവരും നമ്മളെ അമ്മയ്ക്ക് ഒരു കേക്ക് ഗിഫ്റ്റ് അയച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എന്നിട്ട് എല്ലാവർക്കും കൊടുത്ത് അതിനുശേഷം പിന്നെ ചായ വിളമ്പി. ചായക്ക് സ്നാക്സും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കട്ടൻ ചായയും പായസവും പാൽ ചായയും ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റിനു. അങ്ങനെ ഓരോരോ ആൾക്കാരായിട്ട് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്ന് അതിൻ്റെ ഇടയിൽ എല്ലാവരും കഥയൊക്കെ പറഞ്ഞിരുന്ന് വലിയമ്മമാരും ഉമ്മമാരും ഉപ്പമാരും അവരൊക്കെ കഥ പറഞ്ഞിരുന്ന് അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി. അപ്പോൾ ഇവരുടെ ടെറസിൽ നിന്ന് നല്ല സൺസെറ്റിൻ്റെ വ്യൂ കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നല്ല സൺസെറ്റിൻ്റെ ഒരു വീഡിയോ എടുത്ത് പിന്നെ അതിനുശേഷം രാത്രി ആയപ്പോഴത്തേക്കും പിന്നെ ചോറൊക്കെ ഇവർ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ച് പിന്നെ നമ്മളെല്ലാവരും കുറച്ച് നേരം സംസാരിച്ചിരുന്നേ. എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് അങ്ങനെ കുറേ ദൂരമൊന്നുമില്ല അമ്മേൻ്റെ വീട്ടിലേക്ക്, കുറച്ചേ പോകാനുള്ളൂ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.